ശ്രീ ഫക്രുദ്ദീൻ, കോൺഗ്രസ് മുക്ത ഭാരതമാണ് BJP ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതേതാണ്ട് പ്രാവർത്തികമായി വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ BJPക്കും ഒരു വളർച്ചയും പിന്നീട് ഒരു തളർച്ചയും ഒരുപക്ഷെ ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഭാവി ഇന്ത്യ BJPക്ക് ശേഷം? ഒരു 30 വർഷം എടുക്കും BJP ആ രീതിയിൽ തളർച്ച വരാൻ. കാരണം നമ്മളൊക്കെ പ്രായമായി സീനിയർ സിറ്റിസണായി വീട്ടിലിരിക്കുമ്പോൾ ഇപ്പം മോഡിക്കൊക്കെ വേണ്ടി ജയ് വിളിക്കുന്ന പയ്യന്മാരായിരിക്കും നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ബിലോ 68 പേര്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മോഡി വലിയ ഹൈപ്പൊക്കെ ആണെങ്കിൽ പോലും ആ രീതിയിൽ ഒരു മാറ്റമൊന്നും വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അവർ ഡിസാറ്റിസ്ഫൈഡ് ആവും. സ്വാഭാവികമായിട്ട് അവർ RSSുമായിട്ടുള്ള ബന്ധം അങ്ങനെ തന്നെ നിൽക്കും. കാരണം RSS രാഷ്ട്രീയമല്ലല്ലോ, അത് സാംസ്കാരിക ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ പൊളിറ്റിക്കലി അവർ മറ്റു ഓൾട്ടർനേറ്റീവ് നോക്കും. അപ്പോൾ നമ്മളിപ്പം നമ്മളെപ്പോഴും നമ്മുടെ മുന്നിലുള്ള മറ്റ് നമ്മളെക്കാട്ടും മികച്ച മാതൃകകളാണ് എപ്പോഴും നോക്കുക ഒരു സജഷൻ എന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സ്വാഭാവിക യൂറോപ്പിലുള്ള അല്ലെങ്കിൽ അമേരിക്കയിലുള്ള രാഷ്ട്രീയ പാർട്ടികളാണ്. ഇതൊന്നും ഫുൾ ടൈം രാഷ്ട്രീയ പാർട്ടികളല്ലല്ലോ. അതെല്ലാം ഈ ആം ആദ്മി പാർട്ടി പോലെ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾ പാർട്ട് ടൈം ആയിട്ട് നിൽക്കുകയും വളരെ ജനാധിപത്യപരമായിട്ട് അവരുടെ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുകയും കുറേയൊക്കെ ട്രാൻസ്പെറൻറ്റും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഈ മോറോൺ ഈ പറയുന്ന വളരെ കടുംപിടുത്തമൊന്നുമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ, വളരെ ലിക്വിഡായിട്ടുള്ള നാളെ വേണമെങ്കിൽ പരസ്പരം ലയിക്കാം, നാളെ വേണമെങ്കിൽ വേറൊരു പാർട്ടിയാവാം, ആ രീതിയിലുള്ള കൂടുതൽ ജനകീയമായ ഒരു രാഷ്ട്രീയ രൂപത്തിലേക്ക് അത്തരം രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായി വരാനാണ് സാധ്യത. ഇപ്പം നമ്മളെ മുന്നിലുള്ള അതിനുള്ള ഒരു മാതൃക ആം ആദ്മി പാർട്ടിയാണ്. ആം ആദ്മി പാർട്ടി ഇനി സ്റ്റാൻഡ് ചെയ്യുമോ എന്നൊക്കെ അതൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. പക്ഷെ അതേ സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് വരാൻ സാധ്യത. അതിനൊരു ഹിന്ദു ഫ്ലേവർ ഉണ്ടാവും, ഒരു ഹിന്ദു ഫ്ലേവർ ഉണ്ട്. കാരണം ഈ നേരിടാൻ പോകുന്നത് ഈ ഹിന്ദു മതത്തെ നശിപ്പിക്കാനുള്ള ഇൻ്റർനാഷണൽ ഗൂഢാലോചനയാണ്. അത് ഈ സെമറ്റിക് മതങ്ങളുടെ പിന്നെ സെമറ്റിക് മതങ്ങളെ ചില വിഭാഗങ്ങൾ ഒരുമിച്ച് ഇന്ന് ചെയ്യുന്നതാണ്. ചില വിഭാഗങ്ങൾ സെമറ്റിക് മതങ്ങളെ ഒരുമിച്ച് നിന്ന് ചെയ്യുന്നത്. ജൂതന്മാരുണ്ട് എന്ന് ഞാൻ കരുതുന്നത്. ജൂതന്മാർക്ക് ഹിന്ദുക്കൾ ബേസിക്കലി ഒരു ശത്രുവല്ല. സാമുവൽ ഹണ്ടിങ്ടൻ്റെ പുസ്തകത്തിൽ ക്ലാഷ് ഓഫ് സിവിലൈസേഷനിൽ അവസാന കാലഘട്ടം ജൂതന്മാരും ഹിന്ദുക്കളും തമ്മിൽ യുദ്ധം ഉണ്ടാവും എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ബിസിനസ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള യുദ്ധമായിരിക്കും. അതായത് ഇപ്പോൾ അംബാനി അദാനിയൊക്കെ വലിയ ഗ്രൂപ്പാകുന്നു, അവർ ജൂതന്മാർ വലിയ ഗ്രൂപ്പാണ്. അപ്പോൾ അവർ എമേർജ് ചെയ്തതിനും അവരെ വലിയ ചിലപ്പോൾ ഒരു ഫൈറ്റ് ഉണ്ടാവും. പക്ഷെ അതൊരു 10-50 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാവുന്നത്. അല്ലാതെ മതപരമായി ജൂതന്മാർക്ക് ആളെക്കൂട്ടുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ജൂതന്മാരും നമ്മളും തമ്മിൽ ഫൈറ്റ് വരാൻ പോകുന്നില്ല. പക്ഷേ മറ്റ് രണ്ട് സെമറ്റിക് മതങ്ങളിൽ ചില വിഭാഗം, എല്ലാ വിഭാഗങ്ങളില്ല. ഇപ്പോൾ റോമൻ കത്തോലിക്കർക്ക് ആ പ്രശ്നമില്ല, അല്ലെങ്കിൽ മുസ്ലിംസിനിടയിൽ തന്നെ സൂഫി പാരമ്പര്യമുള്ളവർക്ക് ആ പ്രശ്നമില്ല. അല്ലാതെ ചില വിഭാഗങ്ങളിൽ ഈ ഹിന്ദുയിസത്തിനെതിരെ അവരുടെ ഒരു കോല്, ഇപ്പം ഇവിടെ നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടില്ലേ, അങ്ങനെ ഒരു സാധനം വരും. അങ്ങനെ ഒരു സാധനം വരുന്ന സമയത്ത് ഈ ഹിന്ദുയിസത്തിൽ നിലനിർത്തണമെങ്കിൽ RSS പോലെയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ വേണം. അപ്പോൾ അതുകൊണ്ട് RSS ആ രീതിയിൽ നിൽക്കും, ഹിന്ദു ഫ്ലേവർ നിൽക്കും. ഇപ്പം നമ്മൾ സെക്കുലറിസം എന്നൊക്കെ പറയുന്നത് ഹിന്ദുത്വം എന്നൊക്കെ പറയുമ്പം പിന്നെ ഭയങ്കര നെഗറ്റീവായി കാണുന്ന രാഷ്ട്രീയ പാർട്ടികൾ പോലും ആ ഘട്ടത്തിൽ എത്തുമ്പോൾ ഹിന്ദുത്വം എന്ന വാക്ക് ഉപയോഗിച്ച് ഇല്ലെങ്കിൽ പോലും ഹിന്ദുത്വം പറയുന്ന കാര്യങ്ങൾ, അതായത് ഹിന്ദുത്വത്തിൽ മുസ്ലിം അങ്ങനെ ഒരു വിരുദ്ധത ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല, ക്രിസ്ത്യൻ വിരുദ്ധത ഉണ്ടെന്ന്. അത് ആ കാലഘട്ടത്തിൽ ചില ലിറ്ററേച്ചറിൽ വന്നതാണ്. മറിച്ച് ഇന്ത്യൻ സിവിലൈസേഷന് പ്രാമുഖ്യം കൊടുത്തിട്ടുള്ള ഒരു ബഹുസ്വര സമൂഹം, അതാണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കുറച്ച് ഇൻ ദ റിയലിസ്റ്റിക് സെൻസ് അതിലേക്ക് അച്ചീവ് ചെയ്യാനുള്ള പാതയിൽ ചിലപ്പം വളരെ മോറോൺസൊക്കെ ആയിട്ട് ഇവരൊക്കെ ഇടപെടുന്നുണ്ടാവും, വളരെ അഡമൻ്റായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഹിന്ദു ഐഡിയോളജിയിൽ അധിഷ്ഠിതമായിട്ടുള്ള 1-2 രാഷ്ട്രീയ പാർട്ടികൾ, കൂടുതൽ ലിബറൽ ആയിട്ടുള്ള, കൂടുതൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള, അമേരിക്കയിലെ ഈ റിപ്പബ്ലിക്കൻ പാർട്ടി, അല്ലെങ്കിൽ അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടി, യൂറോപ്പിലെ ക്രിസ്ത്യൻ കൺസർവേറ്റീവ് പാർട്ടി, ലേബർ പാർട്ടി, ഈ രീതിയിലുള്ള ഓർഗനൈസേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അത് അവർ BJPനെ റീപ്ലേസ് ചെയ്യുകയും കുറച്ചും കൂടി സുതാര്യമായിട്ടും ഫലവത്തായും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അവസ്ഥാവിഷയത്തിലേക്ക് പോകാനാണ് സാധ്യത. BJPക്ക് ഇപ്പം തന്നെ പല പുതിയ ജനറേഷന് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ BJPയിൽ ഇപ്പോൾ ഉണ്ട്. അത് കുറച്ചുകൂടി വളരെ അവരുടെ ഒരു കടുംപിടുത്തവും കാര്യങ്ങളും. ഇപ്പോൾ അത് മാത്രമല്ല, മോഡി അമിത്ഷാ ഇവരെയൊക്കെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ പല സ്ഥലത്തും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ആളുകൾ മനസ്സിലാക്കുന്നുമുണ്ട്. പക്ഷെ അത് മോഡിനെ അമിത്ഷാ യോഗി ഇവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ട് അത് കാണിക്കുന്നതായിരുന്നു. അപ്പോൾ ഇവർ മാറിക്കഴിഞ്ഞാൽ അവരോടത് കാണിക്കണമെന്നില്ല. അപ്പോൾ BJP എനിക്ക് തോന്നുന്നില്ല, BJP ഒരു രാഷ്ട്രീയ പാർട്ടി സംഘം അങ്ങനെ തന്നെ നിൽക്കും. BJPയിൽ കലർപ്പുകൾ വരും. അതുകൊണ്ടാണ് RSS ആയി നിൽക്കുന്നത്. BJPനെ അവരെ നേരിട്ട് ഏറ്റെടുക്കാത്തത്. നേരിട്ട് ഏറ്റെടുത്തതിന് RSS ഇല്ലാതായിപ്പോൾ. അപ്പോൾ RSSന്റെ തന്നെ ആശീർവാദത്തോടു കൂടി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ വരാൻ സാധ്യതയുണ്ട്.
എങ്കിലും അനാലിസിസ് ജനങ്ങളുടെ സൈക്കോളജി നന്നായിട്ട് അറിയാമല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രം കൊണ്ട് നിൽക്കാൻ പറ്റില്ല. ആ രാഷ്ട്രീയ പാർട്ടി മാത്രമായി നിൽക്കുമ്പോൾ അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ആ സമയത്ത് ജനങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഓൾട്ടർനേറ്റീവ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കൾച്ചറൽ വാർഫെയറിനെ പറ്റി നല്ല ധാരണയും വേണം. അപ്പോൾ അതുകൊണ്ട് ഒരു പോസ്റ്റ് മോഡേൺ കൈൻഡ് ഓഫ് പൊളിറ്റിക്സ് ആണ് ഇന്ത്യയിൽ വരാൻ സാധ്യത. അതിൻ്റെ അടിസ്ഥാനം ഹിന്ദു മൂല്യങ്ങൾ തന്നെയായിരിക്കും. കൂടുതൽ ജനാധിപത്യ മൂല്യങ്ങളോട് ഫ്യൂസ് ചെയ്തിട്ടുള്ള ഹൈന്ദവ മൂല്യങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ വരുമ്പോൾ ഈ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾക്കൊക്കെ സംഭവിക്കാൻ പോകുന്ന എന്തായിരിക്കും ഓരോ സംസ്ഥാനങ്ങളിലും? അത് പതുക്കെ ഇല്ലാതാവും. ഇത് 2 പാർട്ടി സിസ്റ്റത്തിലേക്ക് പോകും. അത് ആളുകൾ ഓരോ ജനറേഷൻ കഴിയുമ്പോൾ ആളുകൾ ദേശീയമായി ചിന്തിക്കില്ല. പണ്ടായാലും പ്രാദേശികതയ്ക്ക് ഇത്രമാത്രം ഇഷ്ടമാണ്. ഇപ്പം തന്നെ നോക്കൂ, ഇപ്പം പ്രാദേശിക പാർട്ടികൾ വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും പല രാഷ്ട്രീയ പാർട്ടികളും ഇല്ല. പിന്നെ ജനങ്ങളുടെ അജ്ഞതയൊക്കെ മുതലെടുത്തുകൊണ്ട് അവർ നിന്നു പോകുന്നത്. പിന്നെ കേരളത്തിൽ CPM പോലെയുള്ള ചില പാർട്ടികൾ നിൽക്കുന്നത്, DMK നിൽക്കുന്നത്, അത് കുറച്ച് ഡെലിവർ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി CPM ഒക്കെ നിങ്ങൾ പിണറായിയോട് എന്തൊക്കെ എതിർപ്പുണ്ടെങ്കിൽ പോലും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാലിൻ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഉദയനീതി വന്നാൽ എങ്ങനെ ആയിരിക്കും എനിക്കറിയില്ല, അതുകൊണ്ടാണ് നിൽക്കുന്നത്. പക്ഷേ മറ്റു പല സ്ഥലങ്ങളിലും ഇപ്പം ആസാമിലെ ഗണപരിഷത്ത് എവിടെ പോയി, ഒറീസയിലെ ബിജു ജനതാദൾ എവിടെ പോയി, ബഹുജൻ സമാജ്വാദി പാർട്ടി എവിടെ പോയി? സമാജ്വാദി പാർട്ടിൻ്റെ കാര്യം അത്ര എന്താ പറയുക, ശുഭകരമൊന്നുമല്ല. അപ്പം ഈ രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാഭാവിക ഇവരുടെയൊക്കെ നിലനിൽപ്പ് ജാതിയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ജാതിക്കെതിരെ ഇപ്പോൾ ആളുകൾ, വിദ്യാഭ്യാസം കിട്ടുമ്പോൾ ആളുകൾ ജാതിക്കെതിരെ ചിന്തിച്ചു തുടങ്ങുന്ന കാലഘട്ടമാണ്. ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ തന്നെ ആ മാറ്റം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ഇന്റർ റിലീജിയസുമായി ഇഷ്ടം പോലെ നടക്കുന്നുണ്ടല്ലോ ഹിന്ദു മതത്തിൽ. ഇപ്പോൾ ജാതി ഒരു വലിയ ഫാക്ടർ അല്ല ഇപ്പോൾ. അതുകൊണ്ട് ഈ ജാതി ഇല്ലാതാവുന്നതോടുകൂടി ജാതീയമായ സ്വത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നെപ്പോട്ടിക് രാഷ്ട്രീയ പാർട്ടികളും ഇല്ലാതാവും. പിന്നെ വേറെ ചില ഗ്രൂപ്പുകൾ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട്. ചില ഡോക്ടേഴ്സ്, മെഡിക്കൽ പ്രൊഫഷണൽസിൻ്റെ ഗ്രൂപ്പ്, അതല്ലെങ്കിൽ അങ്ങനെയുള്ള പ്ലാന്റേഴ്സിൻ്റെ രാഷ്ട്രീയ പാർട്ടി, അല്ലെങ്കിൽ വി ഡി സതീശനെ പോലെയുള്ള ഹരിത MLA-മാരുടെ ഹരിത പാർട്ടി. യൂറോപ്പിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു സൊസൈറ്റി കൂടുതൽ ഡെമോക്രാറ്റിക് ആകുമ്പോൾ, കൂടുതൽ വളരുമ്പോൾ ഇത്തരം മാറ്റങ്ങൾ വരും. അവരെല്ലാം തന്നെ ബേസിക്കലി കോർ ഐഡിയോളജി, ഇപ്പോൾ അമേരിക്കയിലെ കോർ ഐഡിയോളജി എന്താണ്? അത് അമേരിക്കനിസമാണ്. ആ കോർ ഐഡിയോളജിയിൽ റിപ്പബ്ലിക്കൻ പാർട്ടി, ഡെമോക്രാറ്റിക് പാർട്ടി ഒരു വിട്ടുവീഴ്ചയില്ല. അതുപോലെ തന്നെ കോർ ഐഡിയോളജി ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യനിസമാണ്. ഇന്ത്യനിസം എന്ന് പറഞ്ഞാൽ ഹിന്ദുവിസമാണ്. ഹിന്ദുവിസത്തിന് പൊളിറ്റിക്കൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് അതിന് ഹിന്ദുത്വം എന്ന് വേണമെങ്കിൽ പറയാം. സവർക്കർ പറഞ്ഞ ഹിന്ദുത്വം അല്ല കേട്ടോ ഞാൻ പറയുന്നത്. സവർക്കർ പറയുന്ന ഹിന്ദുത്വം അതാണ്. ഗുരുജിയും സവർക്കറും നമ്മുടെ വലിയൊരു പ്രശ്നം അതാണ്. സവർക്കർ വളരെ ആൻറ്റി മുസ്ലിം, അതാണ് സെമിറ്റിക് മതങ്ങളോട് ഭയങ്കര വിരോധം സവർക്കറിലുണ്ട്. ഗുരുജി അതുകൊണ്ടാണ് ഈ ഹിന്ദു മഹാസഭയെന്ന് ഗുരുജി അംഗീകരിക്കാതിരുന്നത്. ഇപ്പം ഗോൾവൽക്കറിൽ എത്തുന്ന സമയത്ത് അത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ആഭ്യന്തര ശത്രുക്കളൊക്കെ പറയുന്ന ഒരു പ്രത്യേക യുദ്ധസമാനമായ സാഹചര്യത്തിലാണ്. അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ പൊതു സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് പോവുകയാണ്. അത് ഹിന്ദുത്വമാണെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ മുസ്ലിംസിനൊക്കെ ഇവിടുന്ന് അടിച്ചോടിക്കണം, അതാണ് ഹിന്ദുത്വം. ഞാൻ ഒരിക്കലും ഹിന്ദുത്വം അംഗീകരിക്കില്ല. അത് ഞാൻ മുസ്ലിം അല്ലേ. മാത്രമല്ല ഞാൻ അടിച്ചോടിക്കാൻ ഞാൻ വേറെ ഇവിടുന്ന് വന്ന ആളൊന്നല്ലല്ലോ. ഇവിടെയുള്ള പണ്ട് സാമൂതിരിയുടെ താല്പര്യപ്രകാരം കച്ചവടക്കാരായി വന്ന അറബികൾ ഇവിടെ കല്യാണം കഴിച്ച് കൂടി അതിലുണ്ടായ പിള്ളേരാണല്ലോ നമ്മളത്. പിന്നെ അവരുടെ ബന്ധമുള്ള അവരുമായിട്ട് കച്ചവടമുള്ള ആളുകളൊക്കെ തന്നെ. പിന്നെ ഇന്ത്യയിൽ ഒരുപാട് ദൈവങ്ങളുള്ളതുകൊണ്ട് അക്കൂട്ടത്തിൽ അള്ളാഹുവിനെ എടുത്തു, ആ ഒരു വിശ്വാസമായി അവർ ഫോളോ ചെയ്യുന്നു എന്ന് അങ്ങനെ വന്ന ആളുകളല്ല. നമ്മളൊന്നും പുറത്തുനിന്ന് വന്ന ആളുകളൊന്നല്ല. പുറത്തുനിന്ന് വന്ന ഈ തങ്ങൾ ഫാമിലി, അതുപോലെ ക്രിസ്ത്യൻസിൻ്റെ ഇടയിലാണെങ്കിൽ നമ്മൾ പറയുന്ന ഈ ഹാനായ ക്രിസ്ത്യൻസ്, അവരവിടുന്ന് വന്നാണ് അവർ തന്നെ പറയുന്നത്. അങ്ങനെ കേരളത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ. അവർ പോലും ഇപ്പം ഇന്ത്യനൈസ് ചെയ്യപ്പെട്ടു, നമ്മുടെ ഭാഗമാണ്. അങ്ങനെ നോക്കി ഇവിടെ എല്ലാവരും പുറത്തുനിന്ന് വന്ന ആളുകളാണ്. ആരും ഇവിടെ ഉള്ള ആളുകളില്ല. എല്ലാം ഔട്ട് ഓഫ് ആഫ്രിക്ക മൈഗ്രേഷൻ്റെ ഭാഗമായിട്ട് പല ഘട്ടങ്ങളിൽ വന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഹിന്ദുയിസം, ഇപ്പം നിങ്ങൾ ഹിന്ദുത്വം എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹിന്ദുയിസം, അതിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ലിബറൽ ഡെമോക്രാറ്റിക് സെക്യുലർ പൊളിറ്റിക്സ് ആയിരിക്കും. ഹിന്ദുയിസത്തെ പറയുമ്പോൾ സെക്യുലറിസത്തിന് എതിരല്ലല്ലോ, ഇൻക്ലൂസീവാണ് ഹിന്ദു. അപ്പോൾ ആ രീതിയിലുള്ള പൊളിറ്റിക്സാണ് ഭാവിയിൽ വരാൻ സാധ്യത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.